നമസ്കാരം, അമൃത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി പൈനാപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന, ബിരിയാണിക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈ അച്ചാർ ഇൻസ്റ്റൻറ്റ് അച്ചാറായത് കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്ത് തീർക്കും. അപ്പോൾ പിന്നെ നല്ലെണ്ണയിൽ ഉണ്ടാക്കേണ്ട കാര്യമില്ല. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂണോളം ഇഞ്ചി ചതച്ചെടുത്തതാണ് ചേർത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്യാം. കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു പൈനാപ്പിളാണ്. അത്യാവശ്യം പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു പൈനാപ്പിളാണ്. പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് പെട്ടെന്ന് യൂസ് ചെയ്യുന്ന അച്ചാറായത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ പൈനാപ്പിൾ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂണോളം കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉലുവപ്പൊടി, 3/4 സ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പോളം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോളം ശർക്കര ചീകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് വരുന്ന വരെ നമുക്ക് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഞാനൊരു 5 മിനിറ്റ് ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം നന്നായി തന്നെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അടുത്തതായിട്ടിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.